ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല, നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാനം മനസ്സിലാവും എന്നാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ബിരിയാണിയാണ്. പെരുന്നാളൊക്കെ വരെയല്ലേ, അപ്പോൾ നമ്മളൊരു മട്ടൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെ പോലെ സിമ്പിൾ റെസിപ്പിയാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല ബിരിയാണി എന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ എണ്ണയും നെയ്യും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നെയ്യുടെ ചോരാതിരിക്കാൻ വേണ്ടി എണ്ണയും നമ്മുടെ വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തിട്ടേക്കുന്നത്. അതിലോട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് മുരിച്ചതിന് ശേഷം നമ്മുടെ കഴുകി വരെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ദൈപ്പി കാണിക്കുന്ന കപ്പില്ലേ, ആ കപ്പിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കണമെന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ അടച്ചു വെച്ച് വേവിക്കുന്നത് കൊണ്ട് കറക്റ്റ് 5.5 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് അരിക്ക്. ഓക്കെ, അപ്പം നമ്മളുടെ സ്പൈസസ് മുരിഞ്ഞതിന് ശേഷം അരി ഇടുക. അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങനീര് മസ്റ്റല്ല, വേണമെങ്കിൽ ഓപ്ഷണലാണ്. നാരങ്ങനീര് ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അരി സെറ്റാവും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം കറിക്ക് വേണ്ടി ഞാൻ കറി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിന് വേണ്ടി. ഇപ്പോൾ കുക്കറിലോട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ബിരിയാണിയുടെ മുകളിലിടാനുള്ള സവാള, പിന്നെ നട്ട്സ്, മുന്തിരി, ഇതെല്ലാം ആദ്യം വറുത്തങ്ങ് മാറ്റുക. എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ സവാള, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതും, പിന്നെ ആദ്യം ഞാൻ കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്, അതും കൂടി ഇട്ട് നല്ലോണം വാടിയതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നല്ലോണം മുരിയിക്കുക. അടച്ച് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞു കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് അടച്ചു വെച്ച് അപ്പം തക്കാളിക്ക് നല്ല ഉടഞ്ഞു കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും പിന്നെ നമ്മളുടെ പൊടികൾ, മഞ്ഞൾ, മസാലപ്പൊടി, കുരുമുളക് പൊടി, അതിൻ്റെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയിലയും പിന്നെ നമ്മുടെ കേടും ഇതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ കഴുകി വാരി വെച്ചേക്കുന്ന മട്ടനും കൂടി ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിലെടുത്താൽ നമ്മുടെ മട്ടൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. 6 വിസിലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതും കൂടി കഴിഞ്ഞ് ഇനി ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് കറി ആയിക്കഴിഞ്ഞതിന് ശേഷം ഇട്ടുപോയാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ കറിയിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് നമ്മൾ മാറ്റണം. നമുക്ക് ഈ ലെയർ പോലെ ചെയ്യാനാണ്. അപ്പം കുറച്ച് കറി എടുത്തിട്ട് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ കുക്കറിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് വെച്ച പാത്രത്തിലാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോറ് വെച്ച പാത്രത്തിൽ നിന്ന് ചോറ് വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കതിൽ ദം ചെയ്യാം. ഇതാണ് എളുപ്പം. അപ്പം അതിൻ്റെ അകത്തോട്ട് ഞാൻ കറി ഇട്ടിട്ടുണ്ട്. ഇനി കറി അടിയിൽ, മുകളിൽ ചോറ്, പിന്നെയും കറി, പിന്നെയും ചോറ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നതെന്ന് മാത്രം. അപ്പം മട്ടൻ കറിയുടെ മുകളിലോട്ട് ആദ്യം ഒരു ലെയർ റൈസ് ഇടുക, ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ സവാളയൊക്കെ ഇടുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതും ഇടുക. പിന്നെയും അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച കറി ഇടുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് പിന്നെയും റൈസ്, ബാക്കിയുള്ള റൈസ് ഫുള്ള് റൈസ് ഇടുക. ബാക്കി നമ്മൾ വറുത്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് ബാക്കി പുതിനയിലയും എല്ലാം ഇട്ട് ഫൈനൽ ലെയർ ഇട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അത് അഡീഷണലി ഞാൻ പൈനാപ്പിൾ എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പൈനാപ്പിളിൻ്റെ ഇച്ചിരി എസൻസ്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി, ഇതൊന്നും മസ്റ്റല്ല കേട്ടോ, ഇതൊക്കെ വെറുതെ നമ്മളതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടി ഇടുന്നെന്ന് മാത്രം. പിന്നെ അതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യും കൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഒരു സ്ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ റൈസും കറിയൊക്കെ നല്ല മിക്സായി നല്ലൊരു സ്മെല്ലൊക്കെ വരും. എന്നിട്ട് ഇച്ചിരി റൈസും
ഇപ്പം നമ്മൾ ചെയ്തതെല്ലാം കൂടെ വെച്ച് ഇച്ചിരി സാലഡും അച്ചാറും കൂടി പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ പപ്പടം ഒപ്പിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം ഞാനിന്ന് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ വേറൊന്നുമല്ല, ഇന്ന് ത്രൂ ഔട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു.